ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധ ജപമാല റാണിയുടെ തിരുനാൾ മംഗളങ്ങൾ. ജപമാല അല്ലെങ്കിൽ കൊന്ത നമസ്കാരം കത്തോലിക്ക വിശ്വാസികളുടെ ജീവിതത്തിന്റെ അഭിന്ന ഭാഗമാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നത് കത്തോലിക്ക കുടുംബങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയായി നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ഒരു പ്രാർത്ഥനാ ശൈലിയാണ്. ജപമാല ചൊല്ലാത്ത കത്തോലിക്ക വിശ്വാസികൾ വിരളമാണ്. BC 3-ാം നൂറ്റാണ്ട് മുതൽ ചെറിയ മണികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടന്നിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മരുഭൂമിയിലെ പിതാക്കന്മാർ BC 4-ാം നൂറ്റാണ്ട് മുതൽ പ്രാർത്ഥനകൾ ഉരുവിടുന്നതിനായി ചെറിയ ജപച്ചരടുകൾ ഉപയോഗിച്ചിരുന്നു. കത്തോലിക്ക സഭയിൽ കൊന്തയുടെ ആരംഭത്തെക്കുറിച്ച് പല വിശ്വാസ പാരമ്പര്യങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു വിശ്വാസ പാരമ്പര്യമനുസരിച്ച് 1214 വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ ദേവമാതാവ് പ്രത്യക്ഷപ്പെടുകയും ജപമാല നൽകുകയും ചെയ്തു എന്നാണ് ഒരു വിശ്വാസം. എങ്കിലും ജപമാലയുടെ വളർച്ച സാവധാനം സംഭവിച്ചതാണ് എന്ന് കരുതുന്നവരും ഉണ്ട്. ജപമാലയുടെ ആരംഭം എപ്രകാരമായിരുന്നാലും പരിശുദ്ധ അമ്മയോടുള്ള വണക്കത്തിന്റെ പ്രാധാന്യമാണ് ഇതുവഴിയായി അർത്ഥവത്താകുന്നത്. തന്റെ പുത്രനിലൂടെ നമുക്ക് ലഭിച്ച രക്ഷ അനുഭവവേദ്യമാക്കി മാറ്റാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മെ ശക്തിപ്പെടുത്തുന്നു. അമ്മയോട് ചേർന്ന് നമുക്കും ഈശോയോട് ചേർന്ന് നിൽക്കാം. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികൾക്കെന്നെന്നും ആശ്രയമായവളല്ല